മലയാളത്തിൻ്റെ വാനമ്പാടിക്ക് ഇന്ന് പിറന്നാൾ. വിവിധ ഭാഷകളിലായി എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് പാട്ടുകൾ ആ ശബ്ദത്തിൽ നിന്ന് പുറത്തു വന്നു. അതിലധികവും നമ്മളിപ്പോഴും നെഞ്ചിലേറ്റി നടക്കുന്നു. തലമുറകളുടെ വ്യത്യാസമില്ലാതെ ആ പാട്ടുകൾ നമ്മൾ ആലപിക്കുന്നു. ആ ശബ്ദമാധുര്യം ഇനിയും ഒരുപാട് നാൾ നമുക്ക് കേൾക്കാൻ കഴിയണം. KS ചിത്രയ്ക്ക് ദേശീയ സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചില ഗാനങ്ങൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ കുട്ടി ഗായകർ ആലപിക്കുകയാണ്. KS ചിത്രയ്ക്ക് 24-ൻ്റെയും എൻ്റെ വ്യക്തിപരമായും എൻ്റെ പിറന്നാൾ ആദരം.
उम्र है ये मिलन। പാടറിയേൻ പഠിപ്പറിയേൻ പള്ളിക്കൂടന്താനറിയേൻ ഏടറിയേൻ എഴുതറിയേൻ എഴുതുവാനാനറിയേൻ. പാടറിയേൻ പഠിപ്പറിയേൻ പള്ളിക്കൂടന്താനറിയേൻ ഏടറിയേൻ എഴുതറിയേൻ എഴുതുവാനാനറിയേൻ. പാടറിയേൻ പഠിപ്പറിയേൻ പള്ളിക്കൂടന്താനറിയേൻ ഏടറിയേൻ എഴുതറിയേൻ എഴുതുവാനാനറിയേൻ. ഏട്ടല എഴുതവില്ല എഴുത വച്ച പഴക്കമില്ല ഇലക്കണം പഠിക്കമില്ല തലക്കനമോ എനക്ക് ഇല്ല. പാടറിയേൻ പഠിപ്പറിയേൻ പള്ളിക്കൂടന്താനറിയേൻ ഏടറിയേൻ എഴുതറിയേൻ എഴുതുവാനാനറിയേൻ. നമസ്കാരം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ വാർത്താ ചാനലാണ് 24. എൻ്റെ എല്ലാ സന്തോഷങ്ങളിലും 24 ഒപ്പമുണ്ടാകാറുണ്ട്. ഈ പിറന്നാൾ ദിനത്തിലും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഈ കുഞ്ഞുമക്കൾ എനിക്ക് വേണ്ടി ഒരുക്കിയ സ്നേഹസമ്മാനം വിലമതിക്കാനാകാത്തതാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കളെയും ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. എല്ലാ മക്കളും വലിയ വലിയ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി, നമസ്കാരം. കെ.എസ്. ചിത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഉയരങ്ങൾ കീഴടക്കുമ്പോഴും അതിൻ്റെ ഭാരം അവരുടെ തലയ്ക്ക് പിടിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിത്ര സ്റ്റേജിലൊക്കെ പാടും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, ആദ്യമായിട്ടൊരു കുട്ടി പാടാൻ നിൽക്കുന്ന മുഴുവൻ ടെൻഷനും ആ മുഖത്തുണ്ടാകും. ഒരു പാട്ട് കഴിയുമ്പോഴേ ചിത്ര നോർമലാവും. അപ്പോൾ അതായത് ഓരോ പാട്ടിൻ്റെ ഉയരത്തിലും ചിത്ര പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെ തെന്നിന്ത്യയിൽ തന്നെ SP ബാലസുബ്രഹ്മണ്യനും ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള ഡ്യുവറ്റ് ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ റെക്കോർഡാണ്. ഇത്രയും ഈ ഡ്യുവറ്റുകൾ ദാസേട്ടനൊപ്പം പോലും കെ.എസ്. ചിത്ര പാടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് റെക്കോർഡുകളിട്ട ഗായികയാണ് കെ.എസ്. ചിത്ര. അപ്പോൾ എന്നാൽ ഈ പാട്ടുകാരി നമ്മുടെ മുന്നിൽ ആലാപനത്തിനെത്തുമ്പോൾ ഞാൻ ഏറ്റവും ചെറിയൊരു ജൂനിയർ പാട്ടുകാരിയാണ് എന്ന ലാഘവത്തോടെ സ്റ്റേജിൽ നിൽക്കുന്ന ചിത്ര, എപ്പോഴും ചിരിച്ച് എല്ലാവരെയും സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു ചിത്ര, ഒരു പാട്ടുകാരി എന്നതിനപ്പുറം വലിയൊരു മനുഷ്യസ്നേഹി കൂടിയാണ് കെ.എസ്. ചിത്ര. എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രോത്സാഹനം കൊടുക്കാൻ താല്പര്യമുള്ള കെ.എസ്. ചിത്ര. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ കുട്ടികളോടൊക്കെ വല്ലാത്ത സ്നേഹവും വാത്സല്യവുമാണ്. ഒരു അമ്മയുടെ ഉയരങ്ങളിൽ നിന്നാണ് എപ്പോഴും കെ.എസ്. ചിത്ര അവരോട് സംസാരിക്കുക. കെ.എസ്. ചിത്രയുടെ പിറന്നാൾ നമ്മൾ ഓരോരുത്തരുടെയും പിറന്നാളായി നമ്മൾ ആഘോഷിക്കുന്നു. ഭൂമി മലയാളത്തിൽ എല്ലാവരും ഇന്ന് അഭിമാനത്തോടെ ആദരവോടെ കെ.എസ്. ചിത്രയെക്കുറിച്ച് പറയുന്നു. കെ.എസ്. ചിത്ര എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ വീട്ടിലാണെന്ന് തോന്നുന്നു. കെ.എസ്. ചിത്ര എല്ലാവിധമായ ജന്മദിന ആശംസകളും ഞങ്ങൾ നേരുന്നു. ഇനി ഒരുപാട് കാലം നല്ല 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 പാട്ടുകൾ പാടി ഈ ഇന്ത്യൻ സംഗീതത്തെ പരിപുഷ്ടിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഹാപ്പി ബർത്ത്ഡേ കെ.എസ്. ചിത്ര.